മില്ലറ്റ് എന്നുമാണ്. നെഗറ്റീവ് അല്ല, ന്യൂട്രി മില്ലറ്റ് എന്ന്. ഈ പോസിറ്റീവ് മില്ലറ്റ് ഗണങ്ങൾ എന്ന് പറയാൻ കാരണം 6% കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ചെറുധാന്യങ്ങളെ പോസിറ്റീവ് മില്ലറ്റ് ഗണത്തിൽ, 6% കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്ന, നാരുകൾ അടങ്ങിയിരിക്കുന്ന ചെറുധാന്യങ്ങൾ പോസിറ്റീവ് ഗണത്തിലും 6% താഴെയുള്ളതിനെ ന്യൂട്രി മില്ലറ്റ് ഗണത്തിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ചാമ, തിന, വരക്, കുതിരവാലി, കൊറേലെ പോലെയുള്ള ഈ 5 ചെറുധാന്യങ്ങളെ പോസിറ്റീവ് മില്ലറ്റ് ഗണത്തിലാണ്. അപ്പോൾ ഈ പോസിറ്റീവ് മില്ലറ്റ് ഗണം, അതായത് അസുഖങ്ങളുള്ളവർക്ക് നേരെ കഴിച്ചു തുടങ്ങാൻ പറ്റുന്നതാണ് പോസിറ്റീവ് മില്ലറ്റ്സ്. അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ, എപ്പോഴും പോസിറ്റീവ് മില്ലറ്റ്സുകൾ നമ്മൾ കഴിക്കേണ്ടത് പ്രഭാത ഭക്ഷണമാണ്. പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കുകയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? അത്തരത്തിൽ രാവിലെ, കാരണം ഇത് കൂടുതൽ സമയമെടുത്ത് മാത്രമാണ് സാവകാശം ഗ്ലൂക്കോസ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ചെറുധാന്യങ്ങളിലെ പോസിറ്റീവ് മില്ലറ്റുകൾ നമ്മളുടെ പ്രഭാത ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും, ന്യൂട്രി മില്ലറ്റുകൾ കമ്പാരിറ്റീവ്ലി ഫൈബർ കുറവാണെന്ന് ഞാൻ പറയില്ല, അപ്പോൾ അതിനെ നമ്മുടെ രാത്രി ഭക്ഷണമാക്കാം. അപ്പം ഏതൊരു മലയാളിയോട് ചോദിച്ചാലും ആദ്യം പറയുന്ന കുറേ എക്സ്ക്യൂസുകൾ ചെറുധാന്യങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ ലോകവും ഡിജിറ്റൽ വേയിലൂടെയൊക്കെയും ചെറുധാന്യങ്ങളെക്കുറിച്ച് പല രീതിയിൽ നമ്മൾ കേട്ടു തുടങ്ങി. ഇനി ആ ഒരു എക്സ്ക്യൂസിനെ മലയാളി മാറ്റി നിർത്താം. അടുത്തത് പറയുന്നത് ചെറുധാന്യങ്ങൾ വെച്ച് എന്തൊക്കെ ചെയ്യാം എന്നറിയില്ല എന്നുള്ളതാണ്. അരിയും ഗോതമ്പും വെച്ച് നാം എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെയും ചെയ്യാമെന്ന് നമ്മൾ ഒരൊറ്റ വാചകത്തിൽ മറുപടി പറയും. അരി വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഗോതമ്പ് വെച്ച് എന്തൊക്കെ ചെയ്യുന്നു, അതെല്ലാം ചെറുധാന്യങ്ങൾ വെച്ച് ചെയ്യാം. അരി വെച്ച് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നു, ചോറുണ്ടാക്കുന്നു, പുലാവ് ഉണ്ടാക്കുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു, ഉഴുന്നിനൊപ്പം അരച്ച് ദോശയോ ഇഡലിയോ ഉണ്ടാക്കാം. അപ്പം ഇതൊക്കെയും നമുക്ക് ചെറുധാന്യങ്ങൾ. അരിക്കൊരു പകരക്കാരനാണ്. കാർബോഹൈഡ്രേറ്റ് കമ്പാരിറ്റീവ്ലി കുറവും ഫൈബർ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ അരിക്കും ഗോതമ്പിനും പകരക്കാരനാണ്. അപ്പം അരി വെച്ചുണ്ടാക്കുന്നതെല്ലാം ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ഇനി കരുതിക്കൊള്ളുക. ആരെങ്കിലും ചോദിച്ചാൽ അത്രയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നീട് പറയുന്നത് ഈ ചെറുധാന്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. നമ്മൾ ഈ പ്രചരണമൊക്കെ തുടങ്ങുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പോയി മില്ലറ്റ് എന്താണെന്ന് നോക്കുമ്പം ഈ 9 മില്ലറ്റുകൾക്കും ഒരേ നിറത്തിലാണ് കാണുന്നത്. പോളിഷ് ചെയ്ത ഭക്ഷണം, അല്ലേ? നമ്മളുടെ ഒരു ഫാഷനാണ്. ഇപ്പം കാണുന്ന വെളിച്ചെണ്ണയൊക്കെ, അല്ലേ, ഗ്ലാസ് ക്ലിയറിൽ കാണുന്ന വെളിച്ചെണ്ണയെ നമ്മൾ മേടിക്കത്തുള്ളൂ. ഇതെല്ലാം റിഫൈൻഡാണ്. നമ്മൾ റിഫൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രം മതി. അല്ലാതെ ഒരു ഭക്ഷണവും പദാർത്ഥങ്ങളും റിഫൈൻ ചെയ്ത് ഉപയോഗിക്കേണ്ട. അടുത്ത കാലത്ത് ഇപ്പോഴും പലപ്പോഴും പല ആൾക്കാരും മേടിച്ച് കഴിക്കുന്ന മില്ലറ്റുകൾക്കെല്ലാം ഒരേ നിറമാണ്. തവിട് കളഞ്ഞാൽ, ഈ ഫൈബർ കളഞ്ഞാൽ പിന്നെ മില്ലറ്റ് കൊണ്ട് പ്രയോജനമില്ല. എല്ലാ മില്ലറ്റുകളും ഒരുപോലെ ഇരിക്കും. അതുപോലെ തന്നെ അരി ക്രഷ് ചെയ്ത് ഇതിനകത്ത് ചേർത്താലും നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് പോളിഷ് ചെയ്ത മില്ലറ്റുകൾ 6-7 മാസങ്ങളായിട്ട് സ്ഥിരമായിട്ട് മേടിച്ച് കഴിക്കുന്നവർക്ക് അസുഖങ്ങൾ കുറയുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റൈറ്റാണ്. അത് നമ്മൾ ആ മില്ലറ്റ് കടക്കാരനോട് പറയേണ്ടത്, നിങ്ങൾ അൺപോളിഷ്ഡ് മില്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു മാത്രം വാങ്ങുക. അത് മാത്രമേ ഉപയോഗിക്കുക. പോളിഷ് ചെയ്തത് ഉപയോഗിക്കാതെ അൺപോളിഷ്ഡ് മില്ലറ്റ് മാത്രം ഉപയോഗിക്കുക. ഇതാണ് മറ്റൊരു രീതി ഉപയോഗിക്കേണ്ടതിനും. പിന്നെ എപ്പോഴും ചെറുധാന്യങ്ങൾ കഴിവതും ഓവർനൈറ്റ് കുതിർത്ത് വെച്ച വെള്ളം കളയാതെ തന്നെ, കാരണം മില്ലറ്റിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഹൈലി സോല്യൂബിളാണ്. ഈ 7-8 മണിക്കൂർ നേരം ഇതിനെ കുതിർത്ത് വെക്കുമ്പം ഇതിനകത്തുള്ള ന്യൂട്രീഷൻസ് ഒക്കെയും എവിടെ ചെല്ലും? ഇതിനകത്തേക്ക്, ഈ വെള്ളത്തിനകത്തേക്ക് ചേർന്നിരിക്കും. നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ അതിൻ്റെ ഏറെക്കുറെ ഗുണങ്ങൾ പോകും. അങ്ങനെ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാൽ കുക്കറിനകത്തിട്ട് വിസിലടിക്കേണ്ട ആവശ്യമേ ഇല്ല. കുക്കറിനകത്ത് പാചകം ചെയ്യുമ്പോൾ ഫൈബർ നഷ്ടപ്പെടും. ഇത്രയും കുതിർത്ത് വെച്ചാൽ ഒരു 1/2 മണിക്കൂർ നേരം മൺപാത്രത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വേവിച്ചെടുക്കാം. അരി വെച്ച് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ചെയ്യാം. ഇനി ഒരാളും പറയരുത് എനിക്ക് മില്ലറ്റ് വെച്ച് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ഏതാനും 2-3 മില്ലറ്റുകൾ വളരെ പ്രധാനമാണ്. ന്യൂട്രി മില്ലറ്റ് ഗണത്തിലാണ്. റാഗി ഞാൻ ആദ്യം പറഞ്ഞു, 6% നാരുകൾ കുറവുള്ളത്. റാഗി കഴിഞ്ഞാൽ ന്യൂട്രി മില്ലറ്റിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മില്ലറ്റാണ് പനിവരക് അല്ലെങ്കിൽ പ്രോസോ മില്ലറ്റ്. തിനയുടെ ഒരു ചേട്ടനായിട്ട് വരാം. തിന സ്വർണത്തിൻ്റെ തരികളെന്ന് പറയും. ഇച്ചിരി കൂടെ നല്ല നിറത്തിലുള്ള ഒരു സ്വർണത്തിൻ്റെ തരികൾ പോലെ ഇരിക്കുന്ന പനിവരക് ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും, കോളൻ ക്യാൻസർ പോലെ, അതെല്ലാം സ്റ്റഡി റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് 3 നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്നതും വളരെ രുചിയുള്ളതും. മലയാളി മില്ലറ്റിനെ മാറ്റി നിർത്തുന്നത് രുചിയില്ല. ഈ അരിക്കും ഗോതമ്പിനും മൈദയ്ക്കും ഒക്കെ മധുരമുള്ളത് കൊണ്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. ഇതിന് മധുരമില്ല. കാരണം കൂമ്പ് തോരനുണ്ടാവുന്ന കവർപ്പില്ലേ, ഇതിൻ്റെ അരുചിയാണ് ഇതിൻ്റെ രുചി, അല്ലെങ്കിൽ അരുചിയാണ് ഇതിൻ്റെ ഗുണമെന്നുള്ള കാര്യം മലയാളി തിരിച്ചറിഞ്ഞേ പറ്റൂ.
ഞങ്ങളോടൊക്കെ വളരെ മോശമായിട്ട് പറയാറുണ്ട് പലപ്പോഴും, ഇത് മനുഷ്യന് കഴിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ പാചകം ചെയ്ത് വെച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ തണുത്തു പോകും. തീർച്ചയാണ് ഈ ഭക്ഷണം ഗുണമുള്ളതാണ്, അത് ചൂടോടുകൂടി കഴിക്കേണ്ടതാണ്. ഇതിനൊരു കവർപ്പ് പോലെയുണ്ട്. ആ കവർപ്പ് ഇല്ലാതെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് ഗുണമില്ല. കൂമ്പ് തോരൻ കഴിക്കാവുന്ന മനുഷ്യന് മില്ലറ്റ് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ നമ്മൾ അരിയുടെ പുറകെ, നമ്മുടെ ഏറ്റവും സന്തത സഹചാരിയായിട്ടുള്ള അരിയുടെ പുറകെ പോകാനുള്ള വ്യഗ്രതയിൽ ചെറുധാന്യങ്ങളെ തട്ടി മാറ്റിക്കൊണ്ട് പോകുന്നു. ആവശ്യമില്ലാത്ത എക്സ്ക്യൂസുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോസോ മില്ലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രോസോ മില്ലറ്റ് അല്ലെങ്കിൽ പനിവരക് കൃഷി ചെയ്യുന്ന പ്ലോട്ടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ഫില്ലറിൽ 1 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചാൽ പോലും കിളിർത്ത് വരുമെന്ന് പറയപ്പെടുന്ന ചെറുധാന്യമാണ് പനിവരക് എന്നറിയപ്പെടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനിവരക്. അത് കഴിഞ്ഞാൽ വരുന്ന 2 മില്ലറ്റുകൾ നമ്മുടെ നാട്ടിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യവും അതുപോലെ തന്നെ ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇരിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ക്ഷീരകർഷകരെന്ന് പറയുന്നത്. ഞാനൊരു 45ഓളം ക്ഷീരകർഷകരുമായിട്ടൊരു പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ഷീരകർഷകരുടെ മക്കൾ അവർ വളരെ കഷ്ടപ്പെട്ട് ഡോക്ടർമാരും അല്ലെങ്കിൽ നഴ്സുമാരും ഒക്കെ ആയിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി വളരെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. എന്നിട്ട് അവർ വലിയ വീടൊക്കെ, മാർബിളൊക്കെ വെച്ചിട്ടുള്ള വീടൊക്കെ വെച്ച് താമസം മാറും. പക്ഷേ ഈ ക്ഷീരകർഷകൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾക്കൊരിക്കൽ പോലും ആ പശുവിനെ വിട്ടതിന് ശേഷം മറ്റൊരു മാളികയിലേക്ക് പോകാൻ സാധിക്കില്ല. എൻ്റെ നാട്ടിൽ തൂങ്ങി മരിച്ച ഒരു ക്ഷീരകർഷകൻ വരെയുണ്ട്. മകൻ വെച്ച വീട്ടിലേക്ക് ഈ പശുവിൻ്റെ ചാണകത്തിൻ്റെ മണവും പശുവിൻ്റെ കരച്ചിലും കേൾക്കാതെ മാറി താമസിക്കാൻ പറ്റാത്തതിനാൽ മകൻ ദേഷ്യപ്പെട്ടതിൻ്റെ പ്രകാരം ഇന്ന് വന്നില്ലെങ്കിൽ അച്ഛനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ അച്ഛൻ മകന് തിരിച്ച് കാണിച്ചു കൊടുത്തത് പശുവിൻ്റെ കയറൊഴിച്ച് ഉത്തരത്തേൽ തൂങ്ങിച്ചാകുകയാണ് 2 വർഷം മുമ്പ്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്ഷീരകർഷകർക്ക് ഏറ്റവും ഗുണമാണ് മനുഷ്യന് ഭക്ഷണമായും എത്രത്തോളമാണോ ചെറുധാന്യങ്ങൾ മനുഷ്യന് ഗുണപ്രദമാകുന്നത്, അതുപോലെ തന്നെ കന്നുകാലികൾക്കും ഏറ്റവും ഗുണപ്രദമാണ്. നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് പില്ലറ്റ്സുകളാണ് അല്ലേ, ബുള്ളറ്റുകൾ പോലെയുള്ള പില്ലറ്റുകൾ കലക്കിയാണ് പശുവിന് കാടി കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ മുത്തശ്ശിമാരും അപ്പൂപ്പന്മാരും ഒക്കെ കാടി ഇരുന്ന് കലക്കുമ്പം അവർ കൈ എടുത്ത് മാറ്റുമ്പോൾ കൈയുടെ അത്രയും ഭാഗത്ത് തവിടിങ്ങനെ നിറഞ്ഞിരിക്കുക അല്ലേ, അവരിങ്ങനെ കയ്യിൽ നിന്ന് ഊരി ഒഴിച്ച് വെള്ളം കലക്കി അതിനകത്തേക്ക് തന്നെ ഇടുക. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് പോലെ സ്പൂണിട്ട് കലക്കുന്നത് പോലെ ഒരു കമ്പ് വെച്ച് ഈ പില്ലറ്റുകൾ കലക്കിയാൽ കലങ്ങി മാറും. അതാണ് നമ്മൾ പശുവിന് കൊടുക്കുന്നത്. പശുവിനായി വെട്ടുന്ന ശീലമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞങ്ങളൊക്കെ സ്കൂൾ കാലത്ത് നിന്ന് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് റോഡരികിലൊക്കെ നിൽക്കുന്ന പശുവിനെ പോയി തല്ലും. അപ്പോൾ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പശു ഇങ്ങനെ തല മേപ്പോട്ട് കളത്തുമ്പം ആ പുല്ലിൽ തുടങ്ങി ആ തല കളത്തുന്നിടം വരെ ആ ഉമിനീരിങ്ങനെ നീളത്തിൽ കിടക്കും. ഇന്നത്തെ കാലത്തെ പശുവിന് അയവെട്ടുന്ന ശീലം കുറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പശുവിൻ്റെ ശരീരത്തിലെ അറകൾ ചുരുങ്ങി വരുന്നതും പല മനുഷ്യനുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും. ക്യാൻസർ, പശുവിന് ക്യാൻസർ ഉണ്ട് അല്ലേ, കാർഡിയാക് അറസ്റ്റ് വന്ന, ഹൃദയാഘാതം വന്ന പശു മരിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഇതേപോലെ മനുഷ്യനും കന്നുകാലികളും തുല്യരാണ്, മനുഷ്യനുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് കന്നുകാലികൾക്ക് ഈ തീറ്റ കൊടുത്തു. അതുകൊണ്ടാണ് പാലെന്ന് പറയുന്ന സമീകൃത ആഹാരം അല്ലെ. പാലിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് പേടിയാ പശുക്കൾക്ക്. എന്തെല്ലാം പണ്ടുകാലത്ത് പശുവിന് രമയെന്നും സോമനെന്നും ബൈജു എന്നും ജോർജ് എന്നും ഒക്കെ പേരിട്ട് വരെ വിളിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അവർ 10-15 വർഷം വരെ ഓരോ വീടുകളിൽ പശുക്കളുണ്ടായിരുന്നു. ഇന്ന് കൂടി വന്നാൽ 2 പ്രസവത്തിന് ശേഷം ഒരു ക്ഷീരകർഷകനും പശുവിനെ വീട്ടിൽ വളർത്തുമോ? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. 1-2 പ്രസവം കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ പശുവിനെ വിറ്റു മാറ്റുക എന്നുള്ളതാണ് ആ ക്ഷീരകർഷകന്റെ ലക്ഷ്യം. കാരണം എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാം. പണ്ടത്തെ പോലെയുള്ള പശുക്കളല്ല, ഒരു കുട്ടിയാനയുടെ അത്രയും വലിയ പശുക്കളാണ്. ഇതിനെന്തെങ്കിലും മരണം സംഭവിച്ചാൽ കൃത്യമായ രീതിയിൽ ചികിത്സ കിട്ടാൻ തന്നെ പാടാം. അതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതിനെന്ന് മരണപ്പെട്ടാൽ കുഴിച്ചിടാൻ പറ്റത്തില്ല. ഇതുപോലെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ക്ഷീരകർഷകർ ഇതിനെ എത്രയും പെട്ടെന്ന് വിറ്റ് മറ്റൊരു പശുവിനെ മേടിക്കാൻ ശ്രമിക്കുക. ഞങ്ങളൊരു പ്രപ്പോസൽ 2023 നമ്മുടെ ക്ഷീരവകുപ്പ് മന്ത്രിക്ക് കൊടുത്തിരുന്നു. നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോലും ഇത്തരത്തിലുള്ള മില്ലറ്റുകൾ അവിടുത്തെ അവിടുത്തെ ജീവികൾക്ക് വേണ്ടിയിട്ടെങ്കിലും കൃഷി ചെയ്താൽ അവിടെ അത് വളർന്നു വരുന്നത് കണ്ടാൽ കൂടുതൽ ആൾക്കാർ കാണുകയും അപ്പം തന്നെ അവിടുത്തെ ജീവികൾക്ക് അത് ഭക്ഷണമാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രപ്പോസലൊക്കെ കൊടുത്താൽ, പക്ഷെ ആരും ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന് ഗുണപ്രദമാകുന്ന രീതിയിൽ തന്നെ കന്നുകാലി
തീറ്റയാക്കി എടുക്കുവാനും അതിലൂടെ കൂടുതൽ കൂടുതൽ സംരംഭക സാധ്യതകൾ, നമ്മൾ ഈ അച്ചാറും പപ്പടവും കൊഴുക്കട്ടയും മാത്രമല്ല, സംരംഭക സാധ്യത എന്നാണ് പ്രധാനമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് മില്ലറ്റുമായി പറഞ്ഞത്. മില്ലറ്റിനകത്തേക്ക് കൂടുതൽ കൂടുതൽ സംരംഭകർ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയാൻ പോകുന്ന 2 ചെറുധാന്യങ്ങൾ, അവസാനമായിട്ട് പറയുന്ന 2 ചെറുധാന്യങ്ങൾ പേൾ മില്ലറ്റ് അല്ലെങ്കിൽ കമ്പ് അല്ലെങ്കിൽ ബജ്ര. നമ്മൾ കേട്ടിട്ടുണ്ടാവും ബജ്ര റൊട്ടി. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ നിത്യഭക്ഷണമാണ് ബജ്ര റൊട്ടി. ഈ ബജ്ര. അടുത്തത് ജോവർ അല്ലെങ്കിൽ മണിച്ചോളം അല്ലെങ്കിൽ സ്വർഗം എന്ന പേര്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഇറ്റാലിയൻ ഭാഷയിലാണ് മണിച്ചോളത്തിൻ്റെ പേര്. ഇറ്റാലിയൻ ഭാഷയിൽ സ്വർഗം എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും നീളം കൂടിയത് എന്നുള്ളതാണ്. ഇറ്റലിക്കാർക്ക് വളരെ ഹൈറ്റ് ഉള്ളവർ. അപ്പോൾ ഈ 2 ചെറുധാന്യങ്ങളെ നമുക്ക് ഒരുപോലെ തന്നെ പറഞ്ഞു നിർത്താൻ പറ്റും. അതിൻ്റെ കാര്യം, ഈ ബാക്കി വരുന്ന 9 ചെറുധാന്യങ്ങളും നെൽക്കതിരുകൾ, നെൽച്ചെടികൾ പോലെ മാത്രമാണ് വളരുന്നത്. എന്നിരുന്നാൽ ഈ ബജ്രയും ജോവറും കരിമ്പ് വളരുന്നത് പോലെ, ഒരു കരിമ്പിൻ്റെ തണ്ടിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള സ്റ്റോയാണ്, തണ്ടാണ് ഈ ജോവറിനും ബാജ്രയ്ക്കുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിനെ അറിയപ്പെടുന്നത് നേക്കഡ് മില്ലറ്റ്സ് എന്നാണ്. ബാക്കി വരുന്ന 7 മില്ലറ്റുകളും വിളവെടുത്താൽ കുത്തിയെടുക്കണം, പ്രോസസ്സ് ചെയ്തെടുക്കണം. നെല്ല് കുത്തിയെടുക്കുന്നത് പോലെ സീഡ് കോട്ടിംഗ് കളഞ്ഞ് മാത്രമേ 7 മില്ലറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കൂ. എന്നാൽ ജോവറും ബാജ്രയും ആണെങ്കിൽ നേക്കഡ് മില്ലറ്റ്സ് ആണ്. നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ വിളവെടുത്താൽ അത് തന്നെ നമുക്ക് കഴിക്കുവാനും സാധിക്കും. ഈ അടുത്ത സമയത്ത് ആറന്മുളയിൽ സുഗതോത്സവം പരിപാടി നടക്കുമ്പം ജോവർ മില്ലറ്റിൻ്റെ ബൊക്കയായിരുന്നു അവിടെ വന്ന വിശിഷ്ടാതിഥികൾക്ക് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ നമുക്കിതിനെ കൊണ്ടുവരാം. പിന്നീട് ഇത് വളരെ ബ്യൂട്ടിഫിക്കേഷനായിട്ട് ചെടികൾ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൂക്കൾക്കിടയിൽ, ചെടികൾക്കിടയിൽ നട്ടു വളർത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ധാന്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ വിത്തുകൾ നമുക്കെടുത്ത് കഴിക്കുവാനും സാധിക്കും. ബാക്കി വരുന്ന അതിൻ്റെ സ്റ്റോ നമുക്ക് ഇതിനെ പശുക്കൾക്ക് വെറുതെ അരിഞ്ഞുണങ്ങി കൊടുത്താൽ, വൈക്കോൽ കൊടുക്കുന്നത് പോലെ കൊടുത്താൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലിത്തീറ്റയാണ്. അതിലൂടെ ഗുണമേന്മയുള്ള പാല് കിട്ടുകയും ചെയ്യും. അതിന് പറയാൻ കാരണം, നമ്മൾ പഠിപ്പിച്ചെടുത്ത ഒരു ക്ഷീരകർഷകൻ ആലപ്പുഴ ജില്ലയിൽ മുളക്കട പഞ്ചായത്തിൽ കുഴുവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ നമ്മളുടെ കർഷകനായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ചാണകമുണ്ട്, കൊണ്ട് കളയാൻ സ്ഥലമില്ല. അദ്ദേഹം കുറേ സ്ഥലം ലീസിനെടുത്തതിന് ശേഷം ഈ ചാണകവും മൂത്രവും ഒഴിച്ചു മാത്രം ഈ മില്ലറ്റിനെ കൃഷി ചെയ്തു. ഒരു പൂങ്കുലയിൽ നിന്നും 400 തൊട്ട് 500 ഗ്രാം വരെ ഈൽഡ് കിട്ടിയ ഈ കർഷകൻ അതിനുശേഷം ഈ ഈൽഡ് എടുത്തതിന് ശേഷം ബാക്കി വന്ന സ്റ്റോ അദ്ദേഹത്തിൻ്റെ തന്നെ പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുത്തു. അതൊരു വലിയ കോൺട്രവേഴ്സിയിലേക്ക് എത്തുകയും ചെയ്തു. അദ്ദേഹം എന്നും പാല് കൊണ്ടു കൊടുത്തിരുന്ന വീട്ടുകാർ അദ്ദേഹത്തിനോട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം ഒരു ലിക്വിഡ് ഫോമില അല്ലേ, വെള്ളം പോലെയാണ് പാലിരിക്കുന്നത്. ഈ തീറ്റ കഴിച്ച് ഒരു 4-5-6-7 ദിവസം കഴിയും തോറും ഈ പാലിന് കട്ടി കൂടി തുടങ്ങി, ഫാറ്റ് കൂടി ഗുണം കൂടി തുടങ്ങി. അപ്പോൾ ഈ വീട്ടുകാർക്കൊരു പ്രശ്നം, ഇയാളിനി ഇതിനകത്ത് വല്ല ഗുളികയോ വല്ലതും ചേർത്ത് കൊണ്ടുവരുന്നതാണോ എന്നും പറഞ്ഞ് മിൽമയിലേക്ക് കംപ്ലൈൻറ്റ് പോയി. മിൽമ അത് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഫാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കൂടുതലാണ്. അങ്ങനെ എന്നെ ഉൾപ്പെടെ അവിടെ വിളിച്ച് ഞാൻ ഉൾപ്പെടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ പാല് മേടിക്കുന്ന ഒരു വീട്ടുകാരൻ വീണ്ടും അയാളുടെ കയ്യിൽ നിന്ന് പാല് മേടിക്കാൻ. അജ്ഞതയാണ്, മലയാളിയുടെ അജ്ഞതയാണ് ഞാനിവിടെ എടുത്ത് സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യന് ഗുണപ്രദമാകുന്നത് പോലെ തന്നെ കന്നുകാലികൾക്കും ഇത് വളരെ ഗുണപ്രദമാണ്. അപ്പം നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. വ്യാവസായികമായി കൃഷി ചെയ്യുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടെന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. എന്നാൽ അവനവൻ ആവശ്യമുള്ള ചെറുധാന്യങ്ങൾ നമ്മളുടെ പറമ്പിൽ തന്നെ, ഞാൻ ഏതാണ്ട് 45ഓളം സ്കൂളുകളിൽ മാതൃകാ മില്ലറ്റ് തോട്ടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികളെയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. കുട്ടികൾ ഇത് പഠിക്കണം. പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ഡേ 1 തൊട്ട് 90 ദിവസം വരെ എടുത്താൽ ഇതിനുണ്ടാകുന്ന മാറ്റങ്ങളും ഇത് അവൻ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ സാവകാശം ഈ വിപ്ലവങ്ങൾ ഉണ്ടായി വരുന്നത് പോലെ ഈ വിപ്ലവം, ചെറുധാന്യ വിപ്ലവം, അത് അടുക്കളയിൽ നിന്നുണ്ടാവണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു നാടക വിപ്ലവം അല്ലേ എന്ന് പറഞ്ഞതുപോലെ ചെറുധാന്യങ്ങൾ ഉണ്ടാവേണ്ടത് വനിതകളിൽ നിന്നാണ്, അടുക്കളയിൽ നിന്നാണ്. ഒരു വനിത വിചാരിക്കണം നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡിനും അമ്മയ്ക്കും അച്ഛനും ആർക്കെങ്കിലും അസുഖങ്ങളില്ലാതെ അവർ കൂടുതൽ നാൾ ജീവിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു വനിത ചിന്തിക്കണം. നമ്മുടെ ഭക്ഷ്യമന്ത്രി ചിന്തിക്കണം. ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പോ ആയിട്ടുള്ള മന്ത്രി തീരുമാനിക്കണം, വനിത എന്ന് പറയുന്ന മന്ത്രി തീരുമാനിക്കണം ആ വീട്ടിൽ അസുഖങ്ങളില്ലാതിരിക്കാൻ.
ഇതെങ്ങനെയാ? എനിക്ക് നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ 1 സ്റ്റേഷൻ 1 പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് OSOP സ്റ്റോൾ കിട്ടിയ ഇതെനിക്കായിരുന്നു. നമ്മൾ അവിടെ നിന്ന് മില്ലറ്റിനെ ചാമ, തിന, വരക, കുതിരവാലി എന്നൊക്കെ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് പറയുമ്പോൾ അതുവഴി പോകുന്ന ആൾക്കാരൊക്കെ വന്ന് നോക്കും. എന്നിട്ട് ഫോൺ എടുത്തു പറയാം, ഇതാ ഇവിടെ ഒരു മനുഷ്യൻ നിന്ന് ചാമ, തിന, വരക, കുതിരവാലി ഇതൊക്കെ ഷുഗറിന് നല്ലതാണെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെന്ന് പറയും. അപ്പോൾ മറുതലക്കിൽ നിന്ന് വരുന്ന മറുപടി നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ പലരെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ വൈഫ് പറയാൻ പോകുന്ന മനുഷ്യ വേറെ പണിയില്ല. പണ്ട് കന്യാകുമാരി പോയപ്പം, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയപ്പം, അല്ലെങ്കിൽ വയനാട് പോയപ്പം നിങ്ങൾ ഓർക്കുന്നോ, ഇന്നടുത്തു നമ്മളൊരു പാക്കറ്റ് സാധനം മേടിച്ചു, അതിപ്പോഴും പൊട്ടിച്ചിട്ടില്ല, എവിടെ ഇരിക്കുകയാണ്? അലമാരിയിൽ ഇരിക്കുകയാണ്. അപ്പം വനിതകളുടെ ഇത് ശരിയായിരിക്കും. നിങ്ങളെല്ലാവരും തന്നെ പറയുന്നത്, ഭർത്താവ് വിളിച്ച് ചോദിച്ചാൽ വേറെ പണിയില്ല, നിങ്ങളൊന്നും ഉണ്ടാക്കിക്കണം, ഇല്ല നിങ്ങൾ കഴിച്ച് തീർത്തോണം എന്ന് പറഞ്ഞ് മാറ്റുന്ന വനിത. ഞാൻ കുറ്റം പറഞ്ഞതല്ല. അപ്പോൾ ഇത്തരത്തിൽ അടുക്കളയിൽ നിന്നാവണം മില്ലറ്റ് വിപ്ലവം എന്നുള്ളത്. അപ്പം വനിതകൾ കൂടുതലുള്ള ക്ലാസ്സുകളിൽ സന്തോഷം കൂടുതലാണ്. കാരണം ഒരു കാതിലെങ്കിലും കേട്ടാൽ നിങ്ങൾ 10 പേരോട് പറയുമല്ലോ. ഒരു വനിത കൂടുതൽ കേട്ടാൽ കൂടുതൽ ആൾക്കാരോട് നിങ്ങൾക്ക് പങ്കുവെക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇനിയെങ്കിലും അസുഖങ്ങളില്ലാത്ത ഒരു ജനത ഉണ്ടാവട്ടെ. അതിന് നിങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത്. പിന്നീട് ചെറുധാന്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിട്ടുപോയി. നമ്മൾ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ പറഞ്ഞു ഗ്ലൈസമിക് സൂചിക വളരെ കുറവാണ് അല്ലേ. ഇവിടെ നമ്മളൊരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് എല്ലാ ചടങ്ങുകളും നമ്മൾ ഉദ്ഘാടനം ചെയ്യാറുള്ളത്. ആ നിലവിളക്കിനകത്ത് നമ്മൾ ഒഴിക്കുന്നത് എണ്ണയാണ്, നല്ലെണ്ണയാണ്, വിളക്കെണ്ണയാണ് അല്ലേ. ആ വിളക്കെണ്ണ ഒഴിക്കുന്ന ഒരു വിളക്കും മറ്റൊരു വിളക്കിനകത്ത് പെട്രോൾ ഒഴിച്ചും അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചും വെക്കുക. എന്നിട്ട് അത് രണ്ടും ഒരേ സമയത്ത് കത്തിക്കുക. വളരെ നൈമിഷികമായ സമയം കൊണ്ട് പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് വിളക്ക് കത്തിത്തീരുക. അതാണ് ചെറുധാന്യങ്ങൾ. അതാണ് അരി, ഗോതമ്പ് പോലെയുള്ള ഭക്ഷണവും. ഈ വിളക്കെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ആ വിളക്ക് വളരെ സാവകാശം കത്തിത്തീരുകയും നമുക്ക് ദീപം വെളിച്ചം തന്നുകൊണ്ടാണത് കത്തിത്തീരുന്നത് അല്ലേ. അല്ലാതെ മറ്റേത് ബോംബിടുന്ന പോലെ കത്തിത്തീരുകയല്ല. നൈമിഷികമായ വെളിച്ചം മാത്രമായിരിക്കും അത് തരുന്നത്. അപ്പം ഇത്രയും മാത്രം നിങ്ങൾ കരുതുക. ഇനി എവിടെയെങ്കിലും അരി കാണുകയാണെങ്കിൽ ആ അരി എന്ന് പറയുന്നത് മണ്ണെണ്ണ ഒഴിച്ചൊരു വിളക്കായിട്ടും മറ്റൊരു ചെറുധാന്യങ്ങൾ കാണുമ്പോൾ അത് നല്ലെണ്ണ വിളക്കെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ദീപം തരുന്ന വിളക്കായിട്ടും മാത്രം കാണുക. അപ്പോൾ ചെറുധാന്യങ്ങളെ നമ്മുടെ പ്രധാനമന്ത്രി ലോക ജനതയുടെ ആരോഗ്യത്തിനായിട്ട് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യവും ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ലോകത്തിൻ്റെ തന്നെ പ്രമേഹ രോഗികളുടെ തലസ്ഥാനമെന്ന് പറയുന്നത് ഭാരതമാണ്. ഇത്രയും വലിയ ധാന്യങ്ങൾ ഉണ്ടായിട്ടും പിന്നീട് ഭാരതത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികളുടെ എണ്ണമുള്ളത് പോണ്ടിച്ചേരി, മാഹി, കേരളം. 3ാമത്തെ സ്ഥാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് 1ാം സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയും കൂടിയാണ്. ചെറുധാന്യങ്ങൾ നമ്മുടെ തീൻമേശയിലേക്ക് ലെറ്റസ് ബ്രിങ് ബാക്ക് മില്ലറ്റ്സ് ടു അവർ കിച്ചൺ എന്നുള്ള ഒരു സ്ലോഗനാണ്. അത് വെച്ചിട്ട് ഞാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ മിനിസ്റ്റർ വഴി ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നു. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു സർക്കുലർ കിട്ടിയിട്ടുണ്ട്. NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് റെഫർ ചെയ്തിരിക്കുന്നു. ദേ ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് മില്ലറ്റിനെ നമ്മളുടെ ആയുഷ്മാൻ മന്ദിർ എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ പരിപാടി. ഇപ്പോഴും നമ്മൾ അവിടെ കാണുന്നത് ഡെങ്കിപ്പനി നിവാരണ യജ്ഞം അല്ലെ മന്ദരോഗ നിവാരണ യജ്ഞം എന്നൊക്കെ ഉള്ള പോസ്റ്ററുകൾ മാത്രമാണ്. ഇനിയും ഒരു പക്ഷേ നമ്മളുടെ സാധാരണക്കാരൻ്റെ ആശ്രയമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മില്ലറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളൊരു സർക്കുലർ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടുകയുണ്ട്. അത്ര കണ്ട് നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ ചെറുധാന്യങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ക്വാളിറ്റി ഇല്ലാത്ത മില്ലറ്റുകളാണ് കൂടുതൽ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത്. അതും ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾ തന്നെ മില്ലറ്റ് വാങ്ങിക്കഴിച്ച് നിങ്ങൾ തന്നെ അത് വിപണനം നടത്താൻ ശ്രമിച്ചാൽ, ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് തന്നെ നമ്മുടെ മില്ലറ്റ് ഒരു കാര്യമുണ്ട്, മില്ലറ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചവന് മാത്രമേ മില്ലറ്റിൻ്റെ ഗുണം അറിയത്തുള്ളൂ. വേറെ മില്ലറ്റ് ഉപയോഗിക്കാത്തവന് ഒരിക്കലും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇതൊരു സൊസൈറ്റി, ബിസിനസ് ഫോർ സൊസൈറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾ മില്ലറ്റ് വാങ്ങിക്കഴിച്ചാൽ നിങ്ങൾ 10 പേരോട് നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കളോടും ബന്ധുക്കാരോടും പറഞ്ഞ് അവരെ കൂടെ കഴിപ്പിക്കാൻ കൂടി ശ്രമിച്ചെങ്കിൽ മാത്രമേ മലയാളി മറക്കുന്ന ഈ ചെറുധാന്യങ്ങളെ നമ്മളുടെ തീൻമേശയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. ആ ഒരു സ്ലോഗനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വനിതാ മന്ത്രിമാരുടെയൊക്കെയും അകമഴിഞ്ഞ
പ്രോത്സാഹനവും മനസ്സും ചെറുധാന്യങ്ങൾ വിപണിയിലേക്ക് എത്തുന്നതിന് ആവശ്യമാണ്. എന്തെങ്കിലും ചോദിക്കാൻ വേറെ ആരോ ഒന്ന് ചോദിച്ചു? യെസ് മീന. വരക് എന്ന് പറയുന്ന മില്ലറ്റ്, കൂവരക് എന്ന് പറയുന്ന മില്ലറ്റ് ഉണ്ട്. കൂവരക് വേറെ. കൂവരക് എന്ന് പറയുന്നത് റാഗിയാണ്. അപ്പോൾ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഒരാളാണ് ഇപ്പം നമ്മളോട് പറഞ്ഞത് അതിൻ്റെ ഗുണങ്ങളും ഇത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇനി എല്ലാവരും ഉപയോഗിക്കും. അദ്ദേഹത്തിന് 73 വയസ്സെന്ന് ഞാൻ അതിശയിച്ചു. അതാ ഞങ്ങളെല്ലാം അത് അതിശയിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ചാമക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ കൃഷി ചെയ്ത് ചാമ കഴിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പക്ഷേ അന്ന് ചാമ കഴിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറയുന്നുണ്ട്. സിയാ സീഡ് എന്നും പറഞ്ഞ ഒരു സാധനമുണ്ട്. അതിനെ സംബന്ധിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ചിയാ സീഡ് മില്ലറ്റ് അല്ല, ഫ്ലാക്സ് സീഡ് മില്ലറ്റ് അല്ല, ചണവിത്ത് എന്നൊക്കെ പറയത്തില്ലേ, അത് വേറെയാ. ചെറുധാന്യങ്ങൾക്കെല്ലാം ഒരേ ഷേപ്പാണ്, അതായത് ഈ കടുകുമണി പോലെ ഉള്ളതാണ്. ചിയാ സീഡൊക്കെ വ്യത്യാസമാണ്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങളുള്ളതാണ്, അത് കഴിക്കാം. പക്ഷെ നിത്യഭക്ഷണമായിട്ട് അത് കഴിക്കാൻ പറ്റില്ല. ഈ ചിയാ സീഡൊക്കെ നമ്മൾ വെള്ളത്തിനകത്ത് കലക്കി കുതിർത്ത് വെച്ചിട്ട് കുടിക്കുക. അത് നമ്മുടെ വിശപ്പടക്കാനല്ല, അല്ലേ? ഒരു നേരത്തെ എക്കെങ്ങാനും ഭക്ഷണം കഴിച്ച് മാറുന്ന രീതി മാത്രമാണ്. അത് ഭക്ഷണമായിട്ടല്ല. പക്ഷെ മില്ലറ്റ് ഒരു ഭക്ഷണമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മില്ലറ്റ് കഴിക്കുന്നത് വയറ് നിറയ്ക്കാനല്ല, ഒരു കൺസെപ്റ്റിന് വേണ്ടി. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമുക്കൊരു ആവശ്യമുണ്ട്, അല്ലേ? ഷുഗർ കുറയ്ക്കണമെന്ന് പറയുന്ന രീതിയിലാണ്. വയറ് നിറച്ച് കഴിക്കാനാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഗോതമ്പും മൈദയും കഴിച്ചാൽ പോരെ. പിന്നെ എല്ലാവരും പറയുന്ന ഇതാണ്, മില്ലറ്റിന് വില കൂടുതലാ. ഇപ്പം നല്ല മില്ലറ്റ് കണ്ടെത്താൻ പാടാന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള മില്ലറ്റ്, അതായത് പല സ്ഥലങ്ങളിൽ വളരുന്ന മില്ലറ്റിന് പല ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞ പോസിറ്റീവ് മില്ലറ്റ് ഗണത്തിൽ വരുന്ന കുതിരവാലിയിൽ 12.5% ആണ് ഫൈബർ. പക്ഷെ എല്ലായിടത്തും വളരുന്ന കുതിരവാലിയിൽ ഈ 12.5% ഉണ്ടാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് കഴിവതും ഗുണമേന്മയുള്ള മില്ലറ്റ് മാത്രം മേടിക്കുക, എന്നാലേ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റബോളിക് ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം വരുമ്പോൾ നമുക്ക് ശുദ്ധമായത് കിട്ടണമെന്നില്ല. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാർക്കറ്റിംഗ് തന്ത്രം ഇതൊക്കെ പ്രിസർവ് ചെയ്യുമ്പോഴൊക്കെ പ്രിസർവേറ്റീവ് യഥാർത്ഥ ഗുണം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അത് തന്നെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക്, കേരളത്തിലെ ഈ കാലാവസ്ഥയ്ക്ക് ഇതിലേതാണ് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത്? എല്ലാം ഈ പറഞ്ഞ മില്ലറ്റുകളെല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ മഴയും ഉണക്കും, അല്ലേ? എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാം. ഇപ്പം തന്നെ ഞാൻ കൃഷി ചെയ്ത കുറേ സാധനങ്ങൾ അവിടെ ഈ കഴിഞ്ഞ മഴയത്ത് ഒടിഞ്ഞു വീണു പോയി. അത് മൂപ്പെത്തിയതായിരുന്നു. അപ്പോൾ അത് ഒരു അൺസർട്ടനിറ്റിയാണ്. അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരു കാര്യം, ഈ 9 മില്ലറ്റുകളും 9 മില്ലറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ 2023 യൂണിയൻ ബഡ്ജറ്റിലാണ് മില്ലറ്റിന് ഏറ്റവും കൂടുതൽ ശ്രീ അന്നം എന്നാണ് നമ്മുടെ ആരാധ്യയായ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ എടുത്തു പറഞ്ഞ ശ്രീ അന്നം എന്നാണ്. അപ്പോൾ അന്ന് 10 മില്ലറ്റ്, ഈ 9 മില്ലറ്റുകളും ചാമ, തിന, വരക്, കുതിരവാലി, പനിവരക്, കുറേലി പോലെയുള്ള 9 മില്ലറ്റ് പ്ലസ് മറ്റൊരു മില്ലറ്റ് അമരാന്ത് എന്ന് പറയുന്നൊരു മില്ലറ്റ്, അങ്ങനെ 10 മില്ലറ്റുകളായിരുന്നു. പക്ഷേ അമരാന്ത് കാര്യമായിട്ട് മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് 9 മില്ലറ്റ് എന്നാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മലയാളിയുടെ ചിന്ത നവധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ മില്ലറ്റാണ്. ഇവിടെ ആരോ അവരയുടെ കാര്യം ചോദിച്ചിരുന്നു. അല്ല, ഈ നവധാന്യങ്ങൾ വേറെ, ചെറുധാന്യങ്ങൾ വേറെ. അപ്പം ചേച്ചി ചോദിച്ചത് കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാം കൃഷി ചെയ്യാം, പക്ഷേ ഇവിടെ ഒരു പ്രോസസ് കോർഡിനേഷൻ ഇല്ല. നമ്മുടെ സ്റ്റേറ്റിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനമില്ല. നെല്ല് കുത്തുന്ന മെഷീനിൽ ഇത് കുത്തിയെടുക്കാൻ സാധിക്കില്ല, കാരണം അതിനേക്കാളും വളരെ ചെറുതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു മെഷീനറി തന്നെ മേടിക്കണമെങ്കിൽ 15 ലക്ഷം രൂപയെങ്കിലും ആവും. അപ്പോൾ വ്യാവസായികമായിട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മെഷീനറി വാങ്ങിയാലും നഷ്ടമാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ജോവറും ബാജ്രയും. ഉത്തമചേട്ടൻ്റെ വീട്ടിൽ കഴിഞ്ഞ വർഷം കൊടുത്ത ജോവറിൻ്റെ വിത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് കൃഷി ചെയ്യാം. വീട്ടിലെ പൂക്കൾക്കിടയിൽ പോലും. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് ആ പാട്ട് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കുക. ഈ ദിലീപും കാവ്യമാധവനും ഓടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് സീനിൻ്റെ പുറയിൽ മൊത്തം കാണുന്നത് ജോവാറിൻ്റെ തോട്ടമാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഈ സൂര്യകാന്തി പൂവൊന്നും മാത്രമല്ല, റോസാപ്പൂവൊന്നും മാത്രമല്ല,
നമുക്ക് ബ്യൂട്ടിഫിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. മില്ലറ്റിൻ്റെ ഈ ചെടികളൊക്കെ കൊലച്ച് നിൽക്കുന്ന കാണാൻ വളരെ സുന്ദരമാണ്. അന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രിക്ക് വരെ കയ്യിൽ കൊടുത്തത് നമ്മൾ ജോവറിൻ്റെ ബൊക്കയാണ്. മില്ലറ്റിൻ്റെ ഇലയ്ക്കകത്ത് ഇത് വെച്ച് കൊടുത്തു. അപ്പോൾ എത്ര സുന്ദരമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെങ്കിലും ചെടിച്ചട്ടിയിലെങ്കിലും 4 മില്ലറ്റ് വളർത്തി നോക്കുക. അപ്പം ഏത് കൃഷി ചെയ്യാം ചേച്ചി. ഈ ജോവർ എന്ന് പറഞ്ഞ സാധനം നോർത്ത് ഇന്ത്യ മഹാരാഷ്ട്രയിലൊക്കെ നല്ലതായിട്ട് ജോവാറി എന്ന് പറയും. അവര് അത് വെച്ചാണ് ഈ റൊട്ടി ഉണ്ടാക്കി കഴിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർക്കൊന്നും അവരപ്പോ ഒരു കാര്യമുണ്ട്, അതൊരു പറഞ്ഞില്ലേ വിശപ്പടക്കാൻ വേണ്ടിയല്ല, ഹെൽത്തിന് വേണ്ടിയാണ്. പക്ഷെ അവരത് രാവിലെ കഴിച്ചിട്ടാണ് ഫുൾ അവരുടെ ഖേത്തിലേക്ക് പോകുന്നത്. അതെ അതെ. അപ്പൊ ശരിക്കും അത് വിശപ്പടക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ. വിശപ്പടക്കാനും അത് കഴിക്കില്ല. പിന്നെ പലരും പറയുന്നു ഇത്രയും കഴിച്ച കുറേ വിലയുടെ കാര്യം പറഞ്ഞപ്പോഴേ 200 രൂപയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ചാമയ്ക്ക് ഒരു മനുഷ്യന് ഒരു ദിവസം 100 ഗ്രാം മതി. 100 ഗ്രാം മാക്സിമേ കഴിക്കത്തുള്ളൂ. 200 രൂപയുടെ 100 ഗ്രാമിന് 20 രൂപയേ ഉള്ളൂ. മില്ലറ്റിന് കറി വേണ്ട. മില്ലറ്റിന് കഞ്ഞി കുതിർത്ത് വെക്കുന്ന സമയത്ത് ഒരു പിടി മുതിരയും ചെറുപയറും ഉലുവയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറിയായി. ചെറുപയർ കഞ്ഞി എന്ന് പറയുന്ന പോലെ കറിയായി. അതിനെ അങ്ങോട്ട് ചെറിയ തണുപ്പ് ചൂടോട് കൂടിയിട്ട് നമ്മളങ്ങ് ഭക്ഷ്യയോഗ്യമാക്കിയാൽ മതി. അപ്പം കഞ്ഞി വെക്കുമ്പോൾ 20 രൂപയുടെ ചിലവ്. 8 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ഗ്യാസ് മതി. പിന്നീട് കൂടുതൽ കറികളുടെ ആവശ്യമില്ല. അപ്പം എങ്ങനെ നോക്കിയാലും മില്ലറ്റ് കഴിച്ചാൽ ആശുപത്രിയിൽ പോകേണ്ട പൈസ ലാഭം, ലാബിൽ പോകേണ്ട പൈസ ലാഭം, ഓട്ടോറിക്ഷ പൈസ ലാഭം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫ്രീയാണ്. മില്ലറ്റ് ആക്ച്വലി ഇറ്റ്സ് എ ഫ്രീ. യൂട്ടിലിറ്റി നോക്കുന്ന ശീലം മലയാളിക്കില്ല. 1000 രൂപയുടെ മട്ടൺ മേടിക്കാം, 1200 രൂപയുടെ 1000-ൻ്റെയോ നെയ്മീൻ മേടിക്കാം. അവിടെ ഒന്നും നമ്മൾ വില ചെലുത്തില്ല. പക്ഷേ ഈ ഗുണങ്ങൾ, യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത മനസ്സിലാക്കിയാൽ ഏറ്റവും ഗുണമുള്ള ചെറുധാന്യങ്ങളുടെ വിലയാണ് 200 രൂപ. മുഖതാവിൽ കാണുന്ന ഈ വില കണ്ടിട്ട് നമ്മൾ പറഞ്ഞു മാറുന്നതാണ് ഇതിന് വില കൂടുതലാണ്. നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നത് ആശുപത്രി പൈസ കൊണ്ട് കൊടുക്കാൻ മാത്രമാണ് എന്ന് കരുതി സമാധാനിക്കാനുള്ള മാർഗം. അമ്മ അതാണ് ഈ അങ്ങാടിക്കടക്കാരെ കുറ്റം പറയുകയല്ല ഞാൻ കേട്ടോ. കഴിവതും മില്ലറ്റ് ഈ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പൊടി ഒന്നും വരാത്തത്. ക്രഷ് ചെയ്ത മില്ലറ്റ് മേടിക്കാതിരിക്കുക. ഈ ചാക്കിനതൊക്കെ തുറന്ന് വെച്ച് കിട്ടുന്ന മില്ലറ്റ് അങ്ങാടിക്കടക്കാർക്ക് എഗ്നസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള മില്ലറ്റ് തന്നെ കഴിക്കണം, എന്നാലേ നമുക്ക് ആവശ്യമുള്ള. ഞങ്ങൾ ഇപ്പോൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. മില്ലറ്റിൻ്റെ അവലുണ്ട്, ഫ്ലേക്സ്, അരിയവൽ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പാലിൽ കുറുക്കി കഴിക്കാൻ, നനച്ചും കഴിക്കാൻ. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നവരിലൊരു 50% ഷുഗർ ഉള്ളവരുണ്ടാവും. നമ്മൾ പോയി പല വഴിപാടുകളും ക്ഷേത്രങ്ങളിൽ നടത്തും. നമുക്ക് തരുന്ന പ്രസാദത്തിനകത്ത് അവലുണ്ടാവും. നമ്മൾ ആർക്കെങ്കിലും അത് കഴിക്കാൻ സാധിക്കുന്നുണ്ടോ? ഷുഗറുള്ള ആൾ പോയി പുഷ്പാഞ്ജലിയും അരിപ്പായസവും ഒക്കെ കഴിക്കും. നമ്മളത് മേടിച്ചാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ കവിയൂർ അമ്പലത്തിൽ തന്നെ ഞാൻ അവരോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന അരിയവലിന് പകരം എന്തുകൊണ്ട് മില്ലറ്റിൻ്റെ അവൽ കൊടുത്തുകൂടാ? എങ്ങനെ ഇനി ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും? നിങ്ങളൊക്കെ തന്നെ ഇനി അടുത്ത അമ്പലത്തിലൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച് മില്ലറ്റിൻ്റെ അവൽ വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും. അത് പൂജിച്ചിട്ട് തരാൻ പറയൂ. ദേവസ്വം ബോർഡാണെങ്കിലും പ്രൈവറ്റ് അമ്പലത്തിലാണെങ്കിലും മനസ്സ് വെക്കണ്ടേ ആരെങ്കിലും? ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഓരോ ബാരിക്കേഡ്സ് ആണ് മില്ലറ്റ്. ഇതാണ് നമ്മുടെ സിസിലിയേട്ടനൊക്കെ അറിയാം. എന്നെയൊക്കെ തുടക്കം തൊട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ദൂരദർശൻ്റെ റിപ്പോർട്ടറാണ്. ഇവർക്കൊക്കെ അറിയാം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഏത് സമയത്ത് നിർത്തി പോകേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വേറെ? ഹലോ സാർ, നിത്യേന കഴിക്കാൻ പറ്റിയ മില്ലറ്റ്സ് ഏതളവിൽ കഴിക്കാൻ സാധിക്കും? സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. എവിടെ ഈ ഒരു ചോദ്യം പെട്ടെന്ന് പറഞ്ഞു. നിത്യേന കഴിക്കാൻ പറ്റിയ മില്ലറ്റുകൾ ഏതൊക്കെയുണ്ട്? എത്ര തവണ ഏതൊക്കെ അളവിൽ കഴിക്കാൻ സാധിക്കും? അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും വിപണിയിൽ കിട്ടുമോ? കുട്ടികൾക്ക് കഴിക്കാമെന്നോ? അല്ല, പ്രായമുള്ളവർക്ക് എല്ലാ മില്ലറ്റുകളും കഴിക്കാം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല. പൊടി രൂപത്തിലാണെങ്കിൽ അപ്പമോ വടയോ കൊഴുക്കട്ടയോ ആക്കി കുറുക്കോ ആക്കി കഴിക്കാം. അവൽ രൂപത്തിലാണെങ്കിൽ കോൺഫ്ലേക്സ് കഴിക്കുന്ന പോലെ, ഓട്സ് കഴിക്കുന്ന പോലെ കഴിക്കാം. നിങ്ങൾ ഈ ഓട്സിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കുക. ഓട്സ് എന്ന് പറയുന്ന പാക്കറ്റിനകത്ത് ഇരിക്കുന്ന ഓട്സ് അല്ല ഭൂരിപക്ഷവും. അത് ഗോതമ്പ, വീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ബാർലി എന്ന് എഴുതിയിട്ടുണ്ട്, റിയാസീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും മില്ലറ്റ് അല്ല. അപ്പോൾ അത് കൂടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സന്തോഷം, സമയമായി.
എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു വേദി തന്ന് എൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ വളരെ സന്തോഷം. ചെറുധാന്യങ്ങൾക്ക് ഇത്രയെങ്കിലും പ്രാധാന്യം നൽകിയ ആദ്യത്തെ എൻ്റെ വേദിയാണ് കേട്ടോ. ഇത്രയും മഹത്തായ ഒരു വേദി. ആളിൻ്റെ എണ്ണം കുറവായിരുന്നു, പക്ഷെ അതിനെയല്ല ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്.